കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ. തിരുവചനം: പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നും ഒരു സ്വരം ഉണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ലൂക്ക 3:22. യേശുവിൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് ജ്ഞാനസ്നാനത്തോടു കൂടെയാണ്. മാതാപിതാക്കന്മാരോടൊപ്പം ഉണ്ടായിരുന്ന രഹസ്യജീവിതം സമാധാനപൂർണമായിരുന്നു. എന്നാൽ പരസ്യജീവിതത്തിൽ പ്രവാചകധർമ്മം ഏറ്റെടുക്കുമ്പോൾ യേശു ഒരു തിരുത്തൽവാദിയായി മാറും. വചനം പ്രസംഗിച്ച് തനിക്ക് മുമ്പേ വഴിയൊരുക്കുവാൻ വന്ന സ്നാപയോഹന്നാൻ്റെ ജീവിതവും വാളിനിരയായതുപോലെ തൻ്റെ ജീവിതവും പൂർത്തിയാകുന്നത് ദാരുണമായ പീഡാസഹനത്തോടൊപ്പമുള്ള കുരിശുമരണം വഴിയാണെന്ന് ദൈവപുത്രൻ മുൻകൂട്ടി കാണുകയാണ്. യേശുവിൻ്റെ സ്നാനം ഒരു സമർപ്പണമാണ്. യേശു കൂപ്പുകൈകളോടുകൂടി തൻ്റെ ജീവിതം പിതാവിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന സമർപ്പണം. അസ്വസ്ഥമായ ഹൃദയത്തോടെ യേശു യോർദാൻ നദിയിൽ താഴ്ന്ന് സ്നാനപ്പെടുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും ഇടിമുഴക്കമായി കടന്നു വരുന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുന്നതിനുള്ള ആത്മശക്തി ലഭിക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ എഴുന്നള്ളി വരുന്നു. ജ്ഞാനസ്നാനം വഴി നാം ആരംഭിച്ചിരിക്കുന്ന നമ്മുടെ ക്രിസ്തീയ ജീവിതവും അനുഗ്രഹപ്രദമായി മാറുവാൻ, പിതാവായ ദൈവത്തിൻ്റെ സംരക്ഷണവും നമുക്ക് ലഭിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ നാം ശക്തിപ്പെടുവാൻ ഈ വേളയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.